ഖുറേഷിക്ക് മുമ്പ് സ്റ്റീഫന്റെ ഒരു വരവ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷന്റെ കാര്യം കൂടി പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഖുറേഷിക്ക് മുമ്പ് സ്റ്റീഫന്റെ ഒരു വരവ്. ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ഒട്ടാകെ തന്നെ. ഖുറേഷി അബ്രഹാം ഖുറേഷിയുടെ വരവ്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ അടുത്ത ഭാഗമായി എത്തുന്ന, അടുത്ത എപ്പിസോഡായി എത്തുന്ന എമ്പുരാൻ റിലീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 27 ചിത്രം തിയേറ്ററുകളിൽ നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുക തന്നെ ചെയ്യും. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ വലിയ രീതിയിലുള്ള തരംഗമാണ് ഉണ്ടാക്കിയത്. 18 ദിവസങ്ങൾ കൊണ്ട് 36-ലധികം പേരുടെ കഥാപാത്രങ്ങളെ നമ്മൾ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പൃഥ്വിരാജിനും കൂട്ടർക്കും സാധിച്ചു. അത് തന്നെ വലിയൊരു ഹൈപ്പാണ് സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടിരുന്നത്. കൂടാതെ ചിത്രത്തിനെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളും ഒപ്പം തന്നെ സിനിമാ സമരവുമെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ബിസിനസ്സും അതുപോലെ തന്നെ മാധ്യമ ശ്രദ്ധയും നേടിയെടുക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വസ്തുതകളാണ്. ഖുറേഷിക്ക് മുമ്പ് സ്റ്റീഫന്റെ ഒരു വരവ് കൂടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇന്നേ ദിവസം നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ലൂസിഫറിന്റെ റീ റിലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ തീയതി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലൂസിഫർ റിലീസ് ചെയ്യാനുള്ള തന്റെ താല്പര്യവും ആന്റണി പെരുമ്പാവൂർ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നതാണ്. മലയാളി സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നുകൂടിയാണ് എമ്പുരാൻ. വൻ വിജയം നേടിയ ലൂസിഫറിന്റെ 2ാം ഭാഗം എന്ന് തന്നെയാണ് എമ്പുരാന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന്. ഇപ്പോഴിതാ സിനിമാ പ്രേമികളെ ആവേശഭരിതരാക്കുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. എമ്പുരാൻ റിലീസിന് മുമ്പ് തന്നെ ലൂസിഫർ ഒരിക്കൽ കൂടി തിയേറ്ററുകൾ ഭരിക്കാൻ എത്തും എന്നതാണ് ആ ഒരു വാർത്ത. എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് മാർച്ച് 20 ലൂസിഫർ നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തും. ചിലപ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ട് തന്നെയായിരിക്കും റിലീസിനെത്തുക. മാർച്ച് 27 എമ്പുരാൻ റിലീസ്. അതുകൊണ്ട് തന്നെ കൃത്യമായി 7 ദിവസം മുമ്പ് മാർച്ച് 20 ലൂസിഫർ തിയേറ്ററുകളിലേക്ക് വീണ്ടും തന്റെ വിസിറ്റ് നടത്തുകയാണ്. എമ്പുരാൻ റിലീസ് മുന്നോടിയായി ലൂസിഫർ റീ റിലീസ് ചെയ്യാനുള്ള ആഗ്രഹം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ പങ്കുവച്ചത് നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പോഴാണ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ചില സ്വീക്കറുകളുടെ റിലീസിന് മുമ്പ് അതിനു മുമ്പെത്തിയ ഭാഗം കാണാൻ പ്രേക്ഷകർ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. സംവിധായകർ തന്നെ ചിലപ്പോഴൊക്കെ പ്രേക്ഷകരോട് അതൊന്ന് കാണുവാൻ ആവശ്യപ്പെടാറുമുണ്ട്. നമുക്കറിയാം, വിക്രം എന്ന ചിത്രത്തിന് മുമ്പ് അതുപോലെ തന്നെ ലിയോയ്ക്ക് മുമ്പൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്, കൈദിയെ കുറിച്ചൊക്കെ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു റീ റിലീസ് മലയാളത്തിൽ ഇത് ആദ്യ സംഭവം തന്നെയാണ്. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസ് കൂടി ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലും ഈ ചിത്രം റിലീസിനെത്തുന്നുണ്ട്. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലായിട്ടാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. UK, US എന്നിവിടങ്ങളിലൊക്കെ. ഒപ്പം തന്നെ റഷ്യയും ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നായിരുന്നു. ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളായിരുന്നു. കൂടാതെ മറ്റനവധി പുതിയ താരങ്ങൾ കൂടി അണിനിരക്കുമ്പോൾ ചിത്രം വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിൽ വരുന്ന സിനിമ തന്നെയാണ്. വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഖുറേഷിക്ക് മുമ്പ് സ്റ്റീഫന്റെ ആ ഒരു വരവ് എത്ര കണ്ട് വിജയം നേടുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ തിയേറ്ററുകളിൽ മറ്റൊരു വിജയം തന്നെ, വിസ്മയ വിജയം തന്നെ സൃഷ്ടിക്കാൻ സ്റ്റീഫന്റെ ആദ്യ വരവിൽ തന്നെ സാധിച്ചതുപോലെ തന്നെ ഈ ഒരു റീ റിലീസിനും സാധിക്കുമെന്ന് കരുതുന്നു. ഖുറേഷി എന്തായാലും വലിയ വിജയത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.